അടുത്തതായിട്ട് നമ്മുടെ കഴിഞ്ഞ ടേമിലെ എക്സലൻറ്റ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ ഫോമർ പ്രസിഡന്റ് റോയി ആൻ്റണിയെയും ഫോമർ BOT ചെയർമാൻ മിസ്റ്റർ ലിജോ ജോണിനെയും പ്ലാക്ക് കൊടുത്ത് ആദരിക്കുന്ന ചടങ്ങാണ്. സോ മേ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് റവറൻഡ് ബിഷപ്പ് ടു കം ഫോർവേഡ്. കാതലിക് അസോസിയേഷൻ്റെ 2 തവണ പ്രസിഡൻ്റായ അത് നമ്മുടെ പ്രിയപ്പെട്ട റോയി ആൻ്റണിയാണ്. അദ്ദേഹത്തിന് ഒരു പ്ലാക്ക് കൊടുത്ത് ദയവ് ചെയ്ത് സ്റ്റേജിൽ വരിക. അടുത്തതായിട്ട് ഇനി കൊടുക്കാനുള്ളത് ഒന്ന് ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ആയിട്ട് നമുക്ക് ഈ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞതുപോലെ തന്നെ ലിജോ ജോണിനും അടുത്തതായിട്ട് ഒരു റെസ്പോൺസ് സ്പീച്ചിന് വേണ്ടിയിട്ട് ഫോമർ പ്രസിഡന്റ് റോയി ആൻ്റണിനെ ക്ഷണിക്കുന്നു. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് കഴിഞ്ഞ 2 വർഷക്കാലം എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അതിന് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുന്നു. അതിൽ ജനറൽ ബോഡി ആയ നിങ്ങളും ബോർഡ് ഓഫ് ട്രസ്റ്റി ആയ ആളുകളോടുമാണ് പ്രത്യേകം നന്ദി. കാരണം ഞങ്ങൾ ഒരു ടീമായിട്ട് 2024 പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഞങ്ങളുടെ നല്ല പ്രവർത്തനം കണ്ട് 1 വർഷം കൊണ്ട് തുടരുവാൻ ഞങ്ങൾക്ക് നിങ്ങൾ അനുവാദം തന്നു. അത് ബോർഡ് ഓഫ് ട്രസ്റ്റിയുടെ നിർദ്ദേശം ജനറൽ ബോഡി അംഗീകരിക്കാനുണ്ടായത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് നമ്മുടെ മുൻ പ്രസിഡന്റുമാർ ചെയ്തിരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പൂർവാധികം നന്നായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇവിടെ ഞാൻ കണക്കുകൾ പറയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്നേഹതീരത്തിനും നമ്മുടെ നവജീവൻ ട്രസ്റ്റിനും അനുഗ്രഹയ്ക്കും കോട്ടയത്തുള്ള ആകാശപ്പറവുകൾ തുടങ്ങിയ അഗതി മന്ദിരങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് സംഭാവന ചെയ്തു. മുമ്പേ ഇവിടെ നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ കഴിഞ്ഞ വർഷത്തെ കണക്ക് പറഞ്ഞു. എന്നാൽ 2024 നമ്മൾ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ബഹുമാനപ്പെട്ട ചിറമേലച്ചൻ്റെ ഹങ്കർ ഹണ്ട് പ്രസ്ഥാനത്തിൻ്റെ അമേരിക്കയിലെ അംബാസഡറാണ്. നമ്മളിലൂടെ നമ്മളെ സംഘടിപ്പിച്ചതും മറ്റുള്ളവർ തന്നതുമായ $18,000 നമ്മൾ ചിറമേലച്ചന് സംഭാവന ചെയ്യാൻ നമുക്ക് സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും കരുതുന്നു. എന്നാൽ 2024 നമുക്ക് അതിലും വലിയ അനുഗ്രഹമായി തീർന്നത് നമുക്ക് നമ്മൾ സുവനീർക്ക് ലഭിച്ച പൈസ കൊണ്ട് മാത്രമല്ല, ഒരു വീട് കൊണ്ട് നമ്മൾ പണിയാൻ തീരുമാനിച്ചു. എന്നാൽ നമ്മുടെ പ്രവർത്തനം കണ്ട് നമ്മളെ വളരെയധികം ഉത്സാഹഭരിതരായ കുറേ ആളുകൾ വളരെ പെട്ടെന്ന് 4-5 പേർ ചേർന്ന് നമുക്ക് രണ്ടാമതൊരു വീട് പണിയാനുള്ള പൈസ തരികയാണുണ്ടായത്. അപ്പം അവരോട് ഞങ്ങൾ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഹൃദയപൂർവ്വം കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഓരോ പെരിയും നമ്മളെക്കുറിച്ച്, കാത്തലിക് അസോസിയേഷനെ കുറിച്ച് പലർക്കും ഈ അടുത്ത കാലത്ത് ഒരു പരാതിയുണ്ട്. ഇവർ പുതുതായിട്ട് മുംബൈയുടെ ചെയർമാൻ പറഞ്ഞ പോലെ പഴയ പൈസ എടുത്ത് പുട്ടടിക്കുക എന്നൊരു സംശയമുണ്ട്. അതങ്ങനെയല്ല. ഇതിൽ നമുക്ക് ചാരിറ്റിയിൽ ഒരു വർഷം നമ്മുടെ ഇവിടെ കിടക്കുന്ന നമ്മുടെ FD കിടക്കുന്ന പൈസയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കേവലം $2,000 മാത്രമാണ് നമ്മുടെ ഒരു ഇൻകമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ബാക്കി നമ്മൾ ഈ കിട്ടുന്ന ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ മുഴുവനും നമ്മുടെ മെമ്പർമാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും നമുക്ക് തരുന്നതാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരുമാണ് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ ശക്തിയും കരുത്തും സ്നേഹവും. നിങ്ങൾക്ക് ഏവർക്കും വളരെയധികം സ്നേഹവും കൃതജ്ഞതയും ഞാൻ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആദ്യത്തെ വീട് നമ്മൾ തിരുവല്ല രൂപതയിൽ ചുങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പണിത് തീർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ വോളിൽ കാണാവുന്നതാണ്. രണ്ടാമത്തെ വീടിൻ്റെ പണി നമ്മൾ തുടങ്ങിയിരിക്കുന്നു. അത് കുറവിലങ്ങാട്ട് ആണ്. നിങ്ങളെല്ലാം യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള നമ്മുടെ ഫാദർ ജിജോ കുര്യൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രാമാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റാണ് രണ്ടാമത്തെ വീട് നമുക്ക് വേണ്ടി പണിയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണികൾ തുടങ്ങുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 വീടുകൾ പണിയാൻ സാധിച്ചത് ഒരു ബഹുമതിയായിട്ട് ഞങ്ങൾ കരുതുന്നു. എന്നാൽ ബൈബിളിൽ പറഞ്ഞ പോലെ എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ കരുത്തനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ പറഞ്ഞതുപോലെ
ഇപ്പം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഒരു വീട് പണിയാനുള്ള പൈസ പോക്കറ്റിലാക്കിക്കൊണ്ടാണ് ഇവിടെ പ്രിയപ്പെട്ട ഇഞ്ചകൻ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം 2 അല്ല 4 വീടുകൾ പണിയുമെന്നുള്ള ഒരു പ്രത്യാശ, ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. സാധാരണ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാന് അല്ലെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ഒരു പ്രതിപക്ഷം പോലെയാണ് കാത്തലിക് അസോസിയേഷനിൽ പണ്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴങ്ങനല്ല. തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൽ പാർട്ടായിട്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അതിന് നേതൃത്വം നൽകിയ ലിജോ ജോണിന് പ്രത്യേകം നന്ദി. കാരണം ഏതൊരു കാര്യത്തിലും നല്ലതും ശക്തവുമായ ഒരു നിർദ്ദേശങ്ങൾ തന്ന അദ്ദേഹത്തെ ഞങ്ങളെ സഹായിച്ചു. അതോടൊപ്പം തന്നെയുള്ള എല്ലാ ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗങ്ങൾക്കും നന്ദി പറയുന്നു. അതിൽ ഏറ്റവും ഉപരിയായിട്ട് എനിക്ക് ഒരാളോട് പ്രത്യേകം ഒരു നന്ദി പറയാനുള്ളത്, എന്നെ ഈ കഴിഞ്ഞ 2 വർഷവും ഈ ചാരിറ്റി ഓരോ വർഷവും ഏതാണ്ട് $2000 തന്ന പല പ്രാവശ്യമായിട്ടൊന്ന് സഹായിച്ച ബഹുമാനപ്പെട്ട KJ ഗ്രിഗറിയങ്കളാണ്. അദ്ദേഹം നമ്മുടെ അസോസിയേഷൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. ആദ്യകാലത്തെ പ്രസിഡന്റും ചെയർമാനുമായിരുന്നു. അദ്ദേഹത്തിനുള്ള കൃതജ്ഞതയും നന്ദിയും അർപ്പിച്ചുകൊണ്ട് കത്തോലിക്ക അസോസിയേഷൻ്റെ പുതിയ പ്രസിഡന്റിനും അവരുടെ ബോർഡിനും അവരുടെ ട്രസ്റ്റി ബോർഡിനും എക്സിക്യൂട്ടീവിനും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിനു മുന്നേ സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളെപ്പോലെ സാധാരണ ഒരു കാഴ്ചക്കാരനായിട്ടാണ് ഈ ടൈസസ് സെന്ററിൽ ഈ കാത്തലിക് അസോസിയേഷനെ കുറിച്ച് ഞാൻ അറിഞ്ഞതും അതിനുശേഷം കാത്തലിക് അസോസിയേഷന്റെ പല പൊസിഷനുകളിൽ ദൈവാനുഗ്രഹത്താലും പങ്കുചേരുവാൻ സാധിച്ചു. അന്നത്തെ കാത്തലിക് അസോസിയേഷൻ ഇന്നത്തെ പോലെ പ്രൗഢ ഗംഭീരവും സാമ്പത്തിക മികവിലും ആയിരുന്നില്ല. പക്ഷേ അതിന് അന്നത്തെ ആ ഗ്രൂപ്പിൽ കുറച്ച് യങ്സ്റ്റേഴ്സ്, പുതിയ തലമുറയിലെ ആൾക്കാർക്ക് ഈ കാത്തലിക് അസോസിയേഷനിൽ വരാനും ചാരിറ്റി എന്ന മുദ്രാവാക്യം സമൂഹത്തിൽ ദുഃഖിക്കുന്നവർക്കും സ്വാതന്ത്ര്യം ആവശ്യമുള്ളവർക്കും ചാരിറ്റി നൽകി അവരെ സമാധാനിപ്പിക്കാൻ, അതുവഴി നമ്മുടെ ക്രൈസ്തവ വിശ്വാസവും ക്രിസ്തുവിൻ്റെ സ്നേഹവും പറഞ്ഞു നൽകണം എന്നുള്ള ആഹ്വാനവുമായി ഒരു പറ്റം ചെറുപ്പക്കാർ ഇന്ന് കാത്തലിക് അസോസിയേഷൻ്റെ നേതൃസ്ഥാനത്ത് വരികയും അങ്ങനെ ആണ് ഈ കാത്തലിക് അസോസിയേഷൻ ഇന്ന് കാണുന്ന ഈ പ്രൗഢിയിൽ വരാൻ ദൈവം നമ്മളെ സഹായിച്ചത്. അതിന് നേതൃത്വം നൽകിയ എല്ലാ എക്സിക്യൂട്ടീവ്സ് മെമ്പേഴ്സിനോടും ഇതിൻ്റെ മുൻ ഭാരവാഹികളോടും ബോർഡ് ട്രസ്റ്റി മെമ്പേഴ്സിനോടും പ്രസിഡന്റുമാരോടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കാത്തലിക് അസോസിയേഷൻ്റെ വരുന്ന പ്രവർത്തനങ്ങളിലും പുതിയ എക്സിക്യൂട്ടീവിന് എല്ലാ ഭാവങ്ങളും ഈ അസോസിയേഷൻ നല്ല ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനായിട്ട് വിരമിക്കുമ്പോഴും ഈ കാത്തലിക് അസോസിയേഷൻ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു അധ്യായമല്ല. കാത്തലിക് അസോസിയേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വികാരമാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയും ഈ കാത്തലിക് അസോസിയേഷൻ ഉണ്ടാവും. സാധാരണ മെമ്പറായിട്ടും സാധാരണ വ്യക്തിയായിട്ടും ഈ കാത്തലിക് അസോസിയേഷൻ ദൈവകൃപയാൽ ഇനിയും മുന്നോട്ട് പോകട്ടെ. ആയിരങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റുവാൻ ഇതൊരു ഉപകരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. പ്രഭാത പ്രദോഷ
പരിശുദ്ധ സ്നേഹരൂപം ഭക്തരിൽ കരുണാമൃതം പൊഴിയും ശക്തനായ ദൈവം പരിശുദ്ധ സ്നേഹരൂപം ഭക്തരിൽ കരുണാമൃതം പൊഴിയും എളിയവരെ നീ മഹിമയിലേറ്റി ഭക്തനു നൽകി കർമ്മഫലം നിത്യഫലം മോക്ഷഫലം മനസുഖമതു വഴിയാ ആശപകർന്നരുളി ഹരിയൊടു വന്നോരേറുകയായി സ്നേഹമിരുന്നരുളി സർവേശപാദം നമോ ജീവേശനാമം നമോ സ്നേഹേശരൂപം നമോ ഭുവനൈക സത്യം നമോ മനസാനന്ദത്തോടു കൈകളുമായി പരമാനന്ദം തവ കൈകളിൽ ഹൃദയമീറതയനായി സർവേശപാദം നമോ ജീവേശനാമം നമോ. Oh wow, what an amazing dance. So beautiful, graceful, energetic. Thank you, kids. So I fell in love with you all. So I would like to give you Valentine's Day gift. I really, truly appreciate you. Announce their names, the participants: Angeline Joyson, Rosanna Joseph, Anne-Marie George, Zaira Joseph, Anne-Maria Prince, Liz Paul, Krista Bonnie, and Charlotte Itup. ഇപ്പോഴാണ് അറിയുന്നത് ഈ ഗാനം രചിച്ചത് എഴുതിയത് നമ്മുടെ സ്വന്തം ജോൺസ്റ്റി അച്ഛനാണെന്ന്. അച്ഛനൊരു കൈയടി കൊടുക്കുക. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ.
जो मिले यार हंस के तू मेरी आरज़ू को लगे वफा नसीब है जो मिले यार हंस के प्यार से दीवाना मेरा नाम रख दिया मेरा नाम रख दिया ഐ എം സോ സോറി. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ട്രഷറർ മിസ്റ്റർ ജോർജ് തോമസിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജോസഫ് മാത്യു ഇഞ്ചക്കൽ അവർ, നമ്മുടെ വിശിഷ്ട അതിഥി മാർ ജോസ് കൽവിന് പിതാവ്, വേദിയിലായിരുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നിൽ നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒറ്റ വാക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ ഇന്നത്തെ ഈ ഹാൻഡിങ് ഓവർ ടേക്കിംഗ് ഓവർ ഇത്രയും വിജയകരമാക്കുവാൻ സാധിച്ചതിന് ആദ്യമായി സർവശക്തനായ ദൈവത്തിന് നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായിട്ട് നമ്മുടെ അധ്യക്ഷനായ ജോസഫ് മാത്യു ഇഞ്ചക്കൻ കുറേ ദിവസങ്ങളായി ഈ പ്രോഗ്രാമിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ ഹാൻഡിങ് ഓവർ സെറമണി ഇത്രയും മനോഹരമാക്കി തീർക്കുവാൻ സഹായിച്ച നമ്മുടെ ജോസഫ് മാത്യു ഇഞ്ചക്കന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അസോസിയേഷൻ്റെ പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇതിൽ എല്ലാം ഉപരി സദസ്സിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ അസോസിയേഷൻ്റെ ശക്തിയും ബലവും. ഇവിടെ കൃത്യസമയത്ത് എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരോടും അസോസിയേഷൻ്റെ ഉള്ള നന്ദി അറിയിച്ചുകൊണ്ടത്. നന്ദി, നമസ്കാരം.